Dr. Wolf trolls. അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം. ആരും ഞെട്ടരുത്, ചിരിക്കരുതേ. കൊറോണ ദേവിയായിട്ട് അമ്മ നിൽക്കുവാണ് ഇപ്പൊ. ഇതാണ് കൊറോണ ദേവിയുടെ രൂപവും ഭാവവും അല്ല. ഇതല്ല വയറ്റിപ്പഴപ്പ്. ഞങ്ങള് ശാസ്ത്രം ഒന്നുകൂടെ കാണിച്ചേ. വല്ലാത്തൊരു ഭാവമായി. ഇയാൾക്ക് എന്താടോ പറ്റിയത്? ഒരു മുള്ളുകയറി എടുത്തേരും. എങ്ങനെയാ കമ്പയർ ചെയ്യാ? വിറ്റാണ് ആള്, ഭയങ്കര വിറ്റാണ്. ഇതൊന്നും അല്ല, ഇതിപ്പോ കണ്ടോ? എങ്ങനെയാ കമ്പയർ ചെയ്യാ? ഇങ്ങനത്തെ എന്തൊക്കെയോ ഹോബികളാണ്. അയക്കെന്താ പ്രാന്താണ്. അയ്യോ പൊന്നു മോനെ, പ്രാന്ത് എന്ന് പറഞ്ഞ ഈ സൂക്കറിനെ കുറച്ച് കാണരുത്. ഇത് അതുക്കും മേൽ ഭയങ്കരമായിട്ടുള്ള അത്ഭുതസിദ്ധിയുള്ള മനുഷ്യനാണ്. അതെ അതെ, ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇവനെന്താ വല്ല വട്ടുണ്ടോ? ആ കൊച്ചിന് കണ്ണിന് പ്രശ്നമാണ്. അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടാ. കണ്ണ് തട്ടിപ്പാണല്ലേ? കണ്ണ് കണ്ണ്. ഒറ്റ കാര്യത്തിൽ എനിക്ക് സംശയമുള്ളൂ. എന്തിലാ? ഈ മുടി. ശശി, പാലാരിവട്ടം ശശി. പാലാരിവട്ടം ശശി, ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. ശരീരം മുഴുവൻ തളർന്നു കിടക്കുന്ന ഒരാളുടെ സഹായമില്ലാതെ അമ്മയ്ക്ക് എഴുന്നേറ്റ് കിടക്കാനൊക്കെ യഥാർത്ഥത്തിലുള്ള അതിശയം നടക്കുന്നത്. എന്താണോ ഞെട്ടുന്നത്? ശരീരത്തിലേക്ക് മാതാവ് വരികയാണ്. ആ ദേവാലയത്തിലേക്ക് ചെല്ലും. സത്യം പറയണ്ടായിരുന്നു. എഴുന്നേറ്റ് എഴുന്നേറ്റ്. ആൾ എഴുന്നേറ്റിട്ടുണ്ട്. എന്റെ അമ്മോ, എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ സംഭവം കാണുന്നത്. മാതാവായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുവാണ്. കിടന്നിരുന്ന ആള് വട്ടാണല്ലേ? എന്നോട് ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കണു, അതെന്താ? മാതാവായിട്ട് മാറിയിരിക്കുവാണ്. എഴുന്നേറ്റിട്ടുണ്ട്. എന്തിനാ നോക്കുന്നേ? ചേട്ടാ, എന്താ ചേട്ടാ പ്രശ്നം? എന്തൊക്കെ കോലങ്ങളാനിയ. അയ്യോ, രക്തം വരുന്നു കേട്ടോ, വായിക്കൂടെ രക്തം വരുന്നു. എവിടെയോ എന്തോ ഒരു തകരാറ്. യേശുവിന്റെ കാര്യം പറയുന്നത്. ഞാൻ ഈ ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഏർപ്പാടാണ്, അല്ലാണ്ട് വേറെ മനസ്സിലായി? പിന്നെന്തിനാണ് അതിൽ കൈവച്ചേ? അത് ഇസ്ലാം മതത്തിലുള്ള. ഇപ്പൊ എന്താ പറഞ്ഞ? ആളിനെ നമുക്ക് മനസ്സിലായി. കുറച്ചു മുമ്പ് കണ്ട ആളെ അല്ല, മൊത്തത്തിൽ മാറി വരികയാണ്. ഒരൊലക്ക കിട്ടുമോ? ഒലക്കയോ? ആ, ഒലക്ക ഉണ്ടാവില്ല കേട്ടോ, ഒരല് മതിയോ? അപ്പൊ അമ്മയുടെ ശരീരത്തിലേക്ക് ദൈവങ്ങൾ. എന്റെ ദൈവമേ, അപ്പൊ കുടുംബടക്കം കള്ളന്മാരാണ്. വിടരുതരവനെ പിടിച്ചു പോലീസിലേപ്പിക്കും. ഞാൻ ഒരു കാര്യം ചോദിച്ചത്, യൂട്യൂബ് ചോദിക്കാം എന്റെ അമ്മൂമ്മയുടെ ചോദ്യം. എങ്ങനെയാ പൊതുവെ? ഭയങ്കര വ്യൂവർഷിപ്പ്. ആൾക്കാർക്ക് വെറുതെ എല്ലാ നാട്ടിലെ കള്ളന്മാര് പെരുകുന്നത് നല്ല പ്രോത്സാഹനമല്ലേ? 9 പേരോളം ഈ സ്വാമിമാരെ കൊണ്ട് ജീവിക്കുക. എനിക്ക് നീ മതിയായിട്ടില്ലല്ലേ? നല്ല വരുമാനം. കോപ്രായങ്ങൾ കാണാൻ വേണ്ടി ഒരു താല്പര്യം, ഒരു സമൂഹം ഉണ്ട്. മനസ്സിലായി. ഇവരൊക്കെ എവിടായിരുന്നു ഈ കോവിഡ് സമയത്ത്? നീ തീർന്നടാ, നീ തീർന്നു. നിരവധി പ്രവാചകന്മാരെ നമുക്കുണ്ട്. അതുകൊണ്ട് ഇപ്പൊ എന്താ? അല്ല, ഒന്നുമില്ല. അതുപോലെ സ്വാമിമാരെ, നിങ്ങൾ അങ്ങനെ ഒരു വർത്താനം. ഈ മനുഷ്യ ദൈവങ്ങൾ പോയി, ഇവിടുത്തെ പണി പോയി. ജനങ്ങളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രവാചകന്മാരെ എവിടായിരുന്നു ഇവരൊക്കെ? പ്രവാചകന്മാർ കോവിഡ് സമയത്ത് നീ അറിഞ്ഞ ഞാൻ പെട്ടു. ആൾക്കാരെ, ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊന്നു. എത്രയോ നഷ്ടങ്ങൾ ലോകത്തിനുണ്ടായി. എന്താ ഉറക്കം വരുന്നു? ഇത് തട്ടിപ്പാണോ? എന്തുകൊണ്ട് ഇവർക്കൊന്ന് പ്രവചനം നടത്തിക്കൂടായിരുന്നു? 100% ഞാൻ യോജിക്കുന്നു. ശുദ്ധ തട്ടിപ്പാണ് ഇതെല്ലാം. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. ഞാൻ വരട്ടെ. എങ്ങോട്ട്? അല്ല, ഞാൻ പോട്ടെ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. പൊന്നു മോനെ.